ബ്രഹ്മയുഗം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരു ബിഗ് സെൽ ഇട്ട് കൊടുക്കണം. കാരണം ഇതേപോലുള്ള സിനിമകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതേപോലുള്ള സിനിമകൾ മലയാളത്തിൽ വരണമെന്ന് കാലം കുറേയായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോഴാണ് എത്തിയത്. പിന്നെയെന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് മമ്മൂട്ടീനാണ്. മമ്മൂട്ടി എന്ന നടൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സിനിമ നമുക്ക് കാണാനായിട്ട് പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മമ്മൂട്ടി ഇല്ലാണ്ട് വേറൊരു ആൾക്കും ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ ഇപ്പോൾ ഈ മമ്മൂട്ടി ഇപ്പോൾ ഈ കഥ എടുത്തില്ലെങ്കിൽ പോലും ഇതിപ്പോൾ ചെയ്യാനായിട്ട് 50-50 ചാൻസ് ഉള്ള നടന്മാർ. കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക, റീച്ച്, വിജയം എന്നുള്ളൊരു സംഭവം നോക്കണത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഇങ്ങനെയുള്ള പടങ്ങൾ നമ്മുടെ നാട്ടിൽ വിജയിക്കാനായിട്ട്. കാരണം ഇത് ഹൊറർ മിസ്റ്ററി, ശരിക്കും ഇവർ പറയണത് ഡാർക്ക് ഹൊറർ മിസ്റ്ററി എന്നാണ് പറയണത്. ശരിക്കും ഹൊറർ മിസ്റ്ററിയാണ് സംഭവം. ഫാൻറ്റസി, ഒരു ടൈപ്പ് ഫാൻറ്റസി എന്ന് വേണമെങ്കിൽ പറയാം ഇത്. അപ്പോൾ അത് കാരണം അങ്ങനത്തെ പടങ്ങൾ ഇവിടെ വിജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ഇവിടെ തന്നെ അങ്ങനെ അതേപോലത്തെ ഒരു പടം ഇവിടെ വന്ന് ഇറങ്ങിപ്പോയി ഫ്ലോപ്പായി പോയൊരു പടമുണ്ട്, കുമാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം. പക്ഷെ ആ പടത്തിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് ആ പടം ഫ്ലോപ്പ് ആവാനായിട്ടുണ്ടായത്. പക്ഷേ ആ ആ പടത്തിന് വെച്ച് ഇത് കമ്പയർ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഇത് വേറെ ലെവലിൽ എടുക്കണ പടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതേപോലൊരു വെറൈറ്റി സംഭവം മലയാളത്തിൽ നിന്ന് കാണുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതിലിപ്പോൾ ശരിക്കും കാസ്റ്റ് പറയുകയാണെങ്കിൽ 5 പേരാണ് കാസ്റ്റിലുള്ളൂ. അതിൽ മെയിനായിട്ട് 3 പേരിനെയാണ് കാണിക്കുന്നത്. അർജുൻ അശോക്, മമ്മൂട്ടി, പിന്നെ സിദ്ധാർത്ഥ്. 3 പേരും ഒരേ ലെവലിൽ അഭിനയിച്ചിട്ടുണ്ട്. മാക്സിമം അവരുടെ കയ്യിൽ നിന്നിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ പറയണ്ട, ബോംബായുണ്ട്. മമ്മൂട്ടി തകർത്തുണ്ട്. പിന്നെ ബാക്കി ഇവർ 2 പേരും അവരുടേതായ രീതിയിൽ പരമാവധി മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. അർജുൻ അശോക് നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത്, കൂടുതലും മാനരസങ്ങൾ എനിക്ക് ഇഷ്ടമായത് സിദ്ധാർത്ഥിൻ്റെയാണ്. സിദ്ധാർത്ഥിൻ്റെ ഒരു വെറൈറ്റി ഒരു ക്യാരക്ടറാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. അർജുൻ അശോകനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥിനാണ്. പലർക്കും പല സൈഡായിരിക്കാം. മമ്മൂട്ടി അഴിഞ്ഞാടിൻ്റെ പടത്തിൽ ഒന്നും പറയാനായിട്ടില്ല. ക്യാരക്ടറാണ്. നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ കാണാൻ പറ്റില്ല. പക്ക ക്യാരക്ടറാണ്. പിന്നെ ഈ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല ഈ പടത്തിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയാനായിട്ടുള്ള സംഭവങ്ങൾ ഇതിലില്ല ഒന്നാമത്. പിന്നെ നമുക്ക് അത്ര ഇരുന്ന് നെഗറ്റീവ് പറയണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നെഗറ്റീവ് പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് റിലേറ്റ് ചെയ്യില്ല. ഇതിൽ ഇവർ കാണിച്ചിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവർക്കാണ് ഈ സംഭവം റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ പടം. അപ്പോൾ അവർക്ക് പറയാൻ പറ്റും നെഗറ്റീവ് എന്തൊക്കെയാണ് ഏതാണ്. നമുക്കിതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് നമുക്കിതിൻ്റെ നെഗറ്റീവ് പറയാനായിട്ട് പറ്റില്ല. പിന്നെയെന്ന് പറയുമ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കഥയല്ല മെയിനായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നത്, കഥാപാത്രങ്ങളാണ്. ഈ 3 കഥാപാത്രങ്ങൾക്ക് മെയിനായിട്ട് പോണ ഒരു കഥയാണ്, കഥാപാത്രങ്ങളെ കാണിക്കുന്ന ഒരു കഥയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ അധികം വലിച്ചു നീട്ടിയിട്ടുള്ള ഡയലോഗുകൾ ഇല്ല പടത്തിൽ. ഡയലോഗുകൾ എല്ലാവർക്കും വളരെ കുറവാണ്. എല്ലാവർക്കും കുറേ എന്താ പറയുക, എക്സ്പ്രഷൻസും കുറേ എന്താ പറയുക, ടൂണും BGM ഒക്കെ അടിപൊളിയായിട്ട്, BGM എടുത്ത് പറയണം, നന്നായി ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറേ സീനുകളിൽ കുറേ ഡയലോഗുകൾ ഇല്ലാണ്ട് എക്സ്പ്രഷൻസ് ടൂണുകളും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ടൈപ്പിൽ പോണ ഒരു പടമാണിത്. ഇത് 2 മണിക്കൂറും 19 മിനിറ്റ് ഉള്ളൂ. 2 മണിക്കൂറും 19 മിനിറ്റ് പോണത് നമ്മളറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇരുന്ന, നമ്മൾ പടം തുടങ്ങി കഴിയുന്നവരെ ഇങ്ങനെ ഇരിക്കും. മമ്മൂട്ടീനെ എന്താ മമ്മൂട്ടീനെ എന്താ കാണിക്കാത്ത മമ്മൂട്ടീനെ എപ്പോഴും കാണിക്കണം എന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് ഈ പടത്തിൽ നിന്ന് നമുക്ക് തോന്നും. പിന്നെയെന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാൻ കാണിച്ച ധൈര്യം ഞാൻ പറയും. കാരണം നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാർ വളരെ കുറവാണ്. കാരണം കളർ പടങ്ങൾ കണ്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ ആർക്കും വലിയ താല്പര്യമില്ല. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമായിട്ട് കിട്ടുന്ന കുറച്ച് ഷോട്ടുകളുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് തന്നെ കിട്ടുള്ളൂ, അതൊരിക്കലും കളറിന് കിട്ടില്ല. അങ്ങനെ കുറേ ഷോട്ടുകൾ ഈ പടത്തിലുണ്ട്. സിനിമാറ്റോഗ്രാഫി വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ അന്യായമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ പോരായ്മ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ടെന്ന് വെച്ചാൽ, കളറിൽ ചെയ്തിരുന്നെങ്കിൽ ഇതിന് അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ കാരണം നല്ല വിഷ്വൽസ് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് ശ്രദ്ധിച്ചിരുന്ന കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും നല്ല വിഷ്വൽസ് എങ്ങനെയാണ്, ഏതാണ്, എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഇതേ ഒരു ജോണർ വേറൊരു ടൈപ്പ് പടമുണ്ട്, ഹിന്ദിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പടമുണ്ട്, തുമ്പാട് എന്ന് പറഞ്ഞിട്ട്. തുമ്പാട് പടത്തിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ജോണറാണ് ഈ പടം എന്ന് പറയുമ്പോൾ.
ഇത് നമ്മുടെ മലയാളികളുടെ പടം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ജോണറിൽ അടിപൊളിയുണ്ട്, എല്ലാവരും അടിപൊളിയുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, തിയേറ്ററിൽ മാക്സിമം പോയിട്ട് കാണണം. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. നിങ്ങൾ ഈ മൊബൈലിൽ കണ്ടിട്ട് ഒരു കാര്യമില്ല. എന്തായാലും 90% നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ. തിയേറ്ററിലെല്ലാം കാണണം ഈ പടം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഭയങ്കരമായിട്ടുള്ള BGM കാര്യങ്ങളും ഇതിലൊന്നും ഇല്ലെങ്കിൽ പോലും കാണിക്കുന്ന സംഭവങ്ങൾ മിനിമലായിട്ടാണ് എല്ലാം കാണിക്കുന്നത്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ സീനുകളായാലും പോലും, ഫൈറ്റ് സീനുകളായാലും പോലും, എന്ത് സീനായാലും പോലും ഒക്കെ മിനിമലായിട്ട് ആവശ്യത്തിന് കാണിച്ചിട്ടുള്ളൂ. അനാവശ്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ വേണമെങ്കിൽ കഥയിൽ നമുക്ക് കുറേ സാധനങ്ങൾ കയറ്റാം. പക്ഷെ കയറ്റി കഴിഞ്ഞാൽ പഴയ സിനിമകളിലെ ക്ലീശയായിരിക്കും. പഴയ സിനിമ കണ്ട ഒരു ഫീലായിരിക്കും കിട്ടുള്ളൂ. അത് ഡയറക്ടറിൻ്റെ ബ്രില്യൻസാണ്. അത് സ്ക്രിപ്റ്റ് എഴുതിയ കഴിവാണ്. സ്ക്രിപ്റ്റിൻ്റെ ഒരു മികവ് കാരണമാണ് ഈ പടം നമുക്കിങ്ങനെ നമുക്കൊരു രസമായിട്ട് തോന്നണത്. പിന്നെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്. എന്നാലും അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് പടമല്ലത്. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ പടം. ഫാൻറ്റസി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്നെപ്പോലുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇത്രയ്ക്കാണ് പറയാനുള്ളത് പടത്തിനെ കുറിച്ച്. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രേമലു, പിന്നെ അതേപോലെ അന്വേഷിപ്പിയും കണ്ടെത്തും. ഈ പടം കണ്ടു. നമുക്ക് കണ്ടിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യാത്തത്. ഇനിയിപ്പോൾ റിവ്യൂ ചെയ്തിട്ടൊരു കാര്യമില്ല. ഈ രണ്ട് പടങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം പക്കാ കോമഡിയാണ്. പ്രേമലു പക്കാ കോമഡി പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില കോമഡികൾ മാത്രമാണ് വർക്കൗട്ട് ആയിട്ടുള്ളൂ. കോമഡി പടങ്ങൾ അങ്ങനെ അല്ലാതെ എനിക്ക് വർക്കൗട്ട് ആവില്ല. നേരത്തെ പൊട്ട പടങ്ങൾ പറയണത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. വന്ന എല്ലാവരും ചിരിക്കായിരുന്നു. പിന്നെ അന്വേഷിപ്പിയും കണ്ടെത്തും എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും, ഫസ്റ്റിലൊരു കഥയുടെ അന്വേഷണമാണ്. സെക്കൻഡ് പാർട്ടിൽ എന്ന് വെച്ചാൽ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് കാണിക്കുന്നതിൽ വേറൊരു കഥയുടെ അന്വേഷണമാണ്. ആ പടം എന്ന് പറയുമ്പോൾ 80-90 കാലഘട്ടത്തിനെ കുറിച്ചിട്ട് അന്നത്തെ കേസ് അന്വേഷണമാണ് കാണിക്കുന്നത്. വളരെ നോർമലായിട്ടുള്ള കേസ് അന്വേഷണമാണ്. നമ്മൾ ത്രില്ലർ സിനിമകൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കാണിച്ചേക്കുന്നത്. എല്ലാവരും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ 3 പടങ്ങൾ അടിപൊളിയാണ്. എന്നെ സംബന്ധിച്ചുള്ള അതിൽ ഏറ്റവും ആദ്യം ഞാൻ പോയി കാണാൻ പറയാം പ്രമേയമാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും എല്ലാ പടങ്ങളും പോയി കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നത്. ബൈ.